മടി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിനൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് അല്ലെ. ഈ മടി ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് മടിയാണെന്നുള്ളത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവ്. മടിയൊന്നും അല്ല, അത് ടൈമായിട്ടില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ സമയമുണ്ടല്ലോ, ഇനി സമയം കിടക്കല്ലേ, ചെയ്യാലോ, എന്താ ഇപ്പം ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതെന്താ പോകുന്നതായിരിക്കും. എങ്ങോട്ട് സമയം, എവിടെ സമയം? നമ്മുടെ ലൈഫ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമേ വളരെ ഷോർട്ടായിട്ടുള്ളൊരു പീരീഡാണ് നമ്മുടെ ലൈഫ്. എന്തും എപ്പോഴും സംഭവിക്കാം അല്ലേ. എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, എന്നുള്ള പോലെ നാളെ ആയിക്കൊള്ളണമെന്നില്ല. മൊത്തത്തിലാകെ ഒരു ജഗപൊകയായിരിക്കും. അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ ചെയ്യാലോ, എല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം പറ്റിയെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ മാറ്റി വെക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മടി മാറ്റാനായിട്ടൊരു കുഞ്ഞു 3 ടിപ്പ് വേഗം പറഞ്ഞുതരാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണോ. എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ഏതാണ്, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണോ. സോ നിങ്ങളെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക. നീ അത് ചെയ്യണം, ചെയ്തതിലേക്ക് പ്രശ്നമാണ്, ചെയ്യണം എന്നുള്ളൊരു സാധനം നിങ്ങൾ മൈൻഡിൽ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാനുള്ള തോട്ട് വരുള്ളൂ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനമാണല്ലോ, കഴിഞ്ഞു എന്നുള്ളൊരു സാധനം വരും. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ തോന്നും. അപ്പോൾ ആ റിസൾട്ട് ഇല്ലേ, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ, സമാധാനമായല്ലോ, കംപ്ലീറ്റ് ചെയ്തല്ലോ, എന്തൊരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ്, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എത്രയൊക്കെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു താങ്ങായിട്ടോ ഒരു ഹെൽപ്പിനോ ഒരു മോട്ടിവേഷൻ തരുന്നൊരു വ്യക്തി നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടഫാണത്. മീൻസ് എല്ലാത്തിനും അയാളെ കയറി സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് എടാ പോട്ടെ സെറ്റാക്കാം എന്നുള്ളൊരു സാധനം നമുക്ക് പറയാൻ തോന്നും. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാനൊക്കെ ഒരാളുണ്ടായിരിക്കും. ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിലുണ്ടായിരിക്കും. മേ ബി നമ്മുടെ ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, നമ്മുടെ പാർട്ട്ണറായിരിക്കാം, ആരും ആയിക്കോട്ടെ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങൾ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ കീപ്പ് ചെയ്യുക. അങ്ങനെ ഒരാളുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ തോറ്റുപോയി, അപ്പോൾ നമുക്ക് താങ്ങൊരു തോള് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരു മോട്ടിവേഷൻ വേണം, എനിക്കൊരു ഇൻസ്പയറിങ് വേർഡ്സ് എവിടെയെങ്കിലും കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ അയാൾ പറയാം, എന്നെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടാ എന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഇതിനെ കൊണ്ട് ആവോടാ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഒരാൾ പറയുമ്പോൾ കിട്ടുന്ന സാധനം, അത് ഭയങ്കരമാണ് അല്ലേ. എന്ന് കരുതി അയാൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അയാളാണ് എല്ലാം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരാൾ ഒരു കൂടെ ഒരാളെന്ന് പറയുന്നത് സമാധാനമാണ് അല്ലേ. അങ്ങനെ എപ്പോഴും ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്തെങ്കിലും കൂടെ ഒരാളെന്ന് പറയുന്നത് നമുക്ക് സമാധാനമാണ്. അപ്പം അങ്ങനെ ഒരാളുമായിട്ട് നിങ്ങൾ എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യണം. അപ്പോൾ അയാൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അയാൾ നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കിക്കൊണ്ടേയിരിക്കും, അയാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അയാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്, ഒരു വർക്കിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ അതിനൊരു ടൈമർ സെറ്റ് ചെയ്യുക. ഒരു മിനിമം ഒരു 45 മിനിറ്റെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം പോയൊരു 45 മിനിറ്റെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാണ്ട്, 0 ഡിസ്ട്രാക്ഷനോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ആ 45 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങളുടെ ഒരു റിവാർഡ് നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്കിന് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തൊന്ന് സെറ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, ഒരു 5 മിനിറ്റ് ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അടുത്ത ആരോ ഉള്ളത് അവരായിട്ട് ഒരു 5-10 മിനിറ്റ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. എന്ന് കരുതിട്ട് അതിലേ മുഴുകി പോകാൻ നിൽക്കരുത്, ഈ കാര്യം മറന്നു പോകാനും നിൽക്കരുത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാനായിട്ട് നോക്കുക.
ഇപ്പൊ 45 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല, അത് ഇത്തിരി ഓവറാണ്. ആദ്യമേ ഒരു 45 മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ് എങ്കിലും നമ്മൾ മാക്സിമം ഒരു 25 മിനിറ്റ് ആണ് ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ 25 മിനിറ്റ് എങ്കിലും നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് 0 ഡിസ്ട്രാക്ഷനോട് കൂടിയിട്ട് ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് കാര്യവും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾക്ക് പുറത്ത് വന്നിട്ട് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ മാറ്റിവെക്കുന്ന പരിപാടിയും കൊണ്ട് മാറ്റിവെക്കാം. ഇനി മാറ്റിവെക്കുന്നൊന്നും പറയരുത് കേട്ടോ. ഇങ്ങനെ മടി മാറ്റാമെന്ന് പറഞ്ഞിട്ട് മുൻപ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഡ്രീമാണെന്നുണ്ടെങ്കിലും അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, കുഞ്ഞു കാര്യമാണെന്നുണ്ടെങ്കിലും അത് മാറ്റി വെക്കാണ്ട് മടി മാറ്റി വെച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിന് കറക്റ്റ് ഒരു അടുക്കും ചിട്ടയും ഒരു ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്ത് കാര്യം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഡ്രൈവ് നമുക്ക് വരത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും ട്രൈ ചെയ്യും. ഇനി സമയമുണ്ടല്ലോ, കറക്റ്റ് സമയം വരട്ടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഇരിക്കരുത്.